Good morning, students. ഞാൻ ഈ പ്ലേലിസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ MAT 101 എന്ന പേപ്പർ, അതായത് ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ്. ആ പേപ്പറിലെ ഫസ്റ്റ് മോഡ്യൂൾ ലീനിയർ ആൾജിബ്ര. ലീനിയർ ആൾജിബ്രയിൽ മുൻ വർഷങ്ങളിൽ യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഞാൻ ഈ പ്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: find the rank of the matrix 0 1 0 minus 1 0 minus 4 0 4 0. ഇത് ഡിസംബർ 2021 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടിട്ട് ചോദിച്ചതാണ്. അപ്പൊ ഈ ഒരു മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കാം. റാങ്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? ഈ മെട്രിക്സിനെ എക്കലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യും. എക്കലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്തതിനു ശേഷം അതിൽ എത്ര നോൺ സീറോ റോസ് ഉണ്ടെന്നാണ്, അതിൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആയിരിക്കും അതിന്റെ റാങ്ക് ആയിട്ട് കണ്ടുപിടിക്കുക. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന മെട്രിക്സിനെ എക്കലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യാം. അപ്പൊ തന്നിരിക്കുന്ന മെട്രിക്സ് എന്താണെന്ന് നോക്കി: 0 1 0 minus 1 0 minus 4 0 4 0. നമ്മള് ഇവിടെ ചെയ്യുന്ന ഓപ്പറേഷൻസ് റോ വൈസ് ഓപ്പറേഷൻ ആണ്. ആദ്യം ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ ഇതാണ്: R2 changes to R1, R1 changes to R2. ഈ R2 എടുത്ത് R1 ലേക്ക് കൊടുക്കുന്നു, R1 എടുത്ത് R2 ലേക്ക് കൊടുക്കുന്നു. അപ്പൊ എന്ത് വരും നോക്കാം: -1 0 -4. സെക്കൻഡ് റോയില് 0 1 0. അടുത്ത റോയില് 0 4 0. അപ്പൊ R1 എന്ന റോയും R2 എന്ന റോയും നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തു. റോസ് ക്യാൻ ബി ഇന്റർചേഞ്ച്ഡ്. ആ ഓപ്പറേഷൻ അവൈലബിൾ ആണ്. റോസ് ക്യാൻ ബി ഇന്റർചേഞ്ച്ഡ്. അപ്പൊ R2 എന്ന റോ എടുത്ത് R1 ൽ കൊടുത്തു, R1 എന്ന റോ എടുത്ത് R2 ൽ കൊടുത്തു. ഈ അടുത്ത ഓപ്പറേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് equivalent to ഈ രണ്ടാമത്തെ റോയ 1, ഈ 1 ന്റെ താഴെയുള്ള 4 നമുക്ക് 0 ആക്കണം. അതിന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ നോക്കി: R3 changes to R3 minus 4 R2. R3 changes to R3 minus 4 R2. ഫസ്റ്റ് റോയിൽ ചേഞ്ച് ഇല്ല, അങ്ങനെ എഴുതുന്നു. -1 0 -4. സെക്കൻഡ് റോ 0 1 0, അത് അങ്ങനെ എഴുതുന്നു. അടുത്ത റോയിൽ R3 changes to R3 minus 4 R2. ഈ R3 നിന്ന് R2 കുറയ്ക്കുകയാണ് നമ്മൾ. R3 നിന്ന് R2 നെ 4 കൊണ്ട് ഗുണിച്ചിട്ട് കുറയ്ക്കും. 0 ഫസ്റ്റ് റോ എലിമെന്റ് വരും 0 വരും. രണ്ടാമത്തെ R3 minus 4 R2, ഈ സെക്കൻഡ് റോയിനെ 4 കൊണ്ട് ഗുണിച്ചിട്ടാണ് കുറയ്ക്കുന്നത്. അപ്പൊ 4 minus 4 എന്ത് വരും? 0 വരും. ഇവിടെ നമുക്ക് എന്താണ്? 0. ഇതൊരു എക്കലോൺ ഫോം ആയിട്ട് മാറി. ഇതൊരു എക്കലോൺ ഫോം ആയിട്ട് മാറി. എങ്ങനെ? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് താഴെയുള്ളതെല്ലാം 0 ആക്കി. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് താഴെയുള്ളതൊക്കെ 0 ആയി. റിമൈനിങ് റോസ് 0 ആയി. ഇനി ഇതിന്റെ റാങ്ക് എഴുതണം. റാങ്ക് എഴുതാനുള്ള ഫോർമുല എന്താണ്? ദിസ് ഈസ് എ എക്കലോൺ ഫോം. റാങ്ക് ഇതിന്റെ എക്കലോൺ ഫോം ആണ്. Therefore, rank is equal to number of non-zero rows. Number of non-zero rows in echelon form. In echelon form. എത്ര നോൺ സീറോ റോസ് ഉണ്ട്? 1. ഒരു റോയിൽ ഒരു എലിമെന്റ് എങ്കിലും നോൺ സീറോ ഉണ്ടെങ്കിൽ ആ റോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ സീറോ റോസ്. ഇതിന്റെ ഫസ്റ്റ് റോ നോൺ സീറോ റോ ആണ്. സെക്കൻഡ് റോയിൽ ഈ 1 നോൺ സീറോ ആണ്. സെക്കൻഡ് റോയിൽ നോൺ സീറോ ആണ്. തേർഡ് റോയിൽ എല്ലാം സീറോസ് ആണ്. അപ്പോൾ ഇതില് 2 നോൺ സീറോ റോസ് ഉണ്ട്. Therefore, rank is equal. ഈ ഒരു ക്വസ്റ്റ്യന്റെ റാങ്ക് കണ്ടുപിടിക്കുന്ന പ്രൊസീജിയർ ഇതാണ്. ഇതിനെ നമ്മൾ എക്കലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്താൽ ആ എക്കലോൺ ഫോമിൽ എത്ര നോൺ സീറോ റോസ് ഉണ്ട് നോക്കാം. ആ നമ്പർ ഓഫ് നോൺ സീറോ റോസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റാങ്ക് വിളിക്കുക. റാങ്ക് ഈസ് ഈക്വൽ ടു. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ചെയ്തതാണ് ഈ മെട്രിക്സ് എടുക്കുന്നു, അതിനുശേഷം ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ഇന്റർചേഞ്ച് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് റോയുടെ താഴെയുള്ള എല്ലാം 0 ആണെന്ന് ബോധ്യപ്പെട്ടു. അതിനുശേഷം സെക്കൻഡ് റോയുടെ താഴെയുള്ള 1ന്റെ താഴെയുള്ള 4 നമുക്ക് 0 ആക്കണം. 1ന്റെ താഴെയുള്ള 4 0 ആക്കണമെങ്കിൽ നമ്മൾ ചെയ്ത ഓപ്പറേഷൻ എന്താണ്? R3 എന്നുള്ള റോയിനെ R3 minus 4 ആക്കുക. R3 യിൽ നിന്നും സെക്കൻഡ് റോയിനെ 4 കൊണ്ട് ഗുണിച്ചിട്ട് കുറയ്ക്കുക. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഈ തേർഡ് റോ എല്ലാം 0 ആയിപ്പോ. ഇതൊരു എക്കലോൺ ഫോം ആണ്. എക്കലോൺ ഫോം ആയാൽ റാങ്ക് കാണാനുള്ള ഫോർമുല എന്താണ്?
number of non-zero rows in echelon form. ഇതിൽ എത്ര non-zero rows ഉണ്ട്? 2 non-zero rows ഉണ്ട്. Therefore, this ഇത് ഡിസംബർ 2021 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചാണ്. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്തു.